അഡ്മയറിങ് ദ ന്യൂ ട്രക്ക്. പുതിയ ഒരു വാഹനത്തെ വല്ലാത്ത ഒരു ആരാധന, അതിനോടുള്ളൊരു പാഷൻ, അതാണ് ഈ ലെസൻ്റെ ഒരു പേര്. വൺ സണ്ണി ആഫ്റ്റർനൂൺ, നല്ല വെയിലുള്ള ഒരു മധ്യാഹ്നം. എ മാൻ സ്റ്റുഡ് ഔട്ട്സൈഡ് ഹിസ് ഹോം, ഒരാൾ അയാളുടെ വീടിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അഡ്മയറിങ് ഹിസ് ബ്രാൻഡ് ന്യൂ ട്രക്ക്, അദ്ദേഹത്തിൻ്റെ പുതിയതായിട്ടെടുത്ത വണ്ടിനെ വല്ലാതെ ആരാധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇറ്റ്സ് ഗ്ലോസി പെയിൻറ്റ് സ്പാർക്കിൾഡ് അണ്ടർ ദ സൺ, സൂര്യൻ്റെ വെയിൽ തട്ടിയിട്ട് അതിൻ്റെ പെയിൻ്റൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഫില്ലിങ് ഹിം വിത്ത് എ സെൻസ് ഓഫ് പ്രൈഡ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്, അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മാഭിമാനവും ഒരു എന്തൊക്കെയോ വലിയൊരു സംഗതി നേടിയ ഒരു ഫീലൊക്കെ അത് കൊടുക്കുന്നുണ്ട്. ദ ട്രക്ക് വാസ് മോർ ദാൻ ജസ്റ്റ് എ വെഹിക്കിൾ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വാഹനം മാത്രമായിരുന്നില്ല അത്. ഇറ്റ് സിംബോളൈസ്ഡ് ഹിസ് ഹാർഡ് വർക്ക് ആൻഡ് സക്സസ്, ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനവും വിജയത്തിൻ്റെയൊക്കെ ഒരു പ്രതീകം കൂടിയായിരുന്നു അത്. ആസ് ഹി അപ്രോച്ച്ഡ് ദ ട്രക്ക്, അദ്ദേഹം ആ ട്രക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പം തന്നെ ഹിസ് ഹേർട്ട് സ്വെൽഡ് വിത്ത് ജോയ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു, അല്ലെങ്കിൽ സ്വെൽ എന്ന് പറഞ്ഞാൽ വീർക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഫിഗറേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പം സ്വെൽഡ് വിത്ത് ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷത്താൽ നിറയാം. ബട്ട് സംതിങ് കോട്ട് ഹിസ് ഐ, എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. ഹിസ് 3-year-old സൺ സ്റ്റുഡ് നിയർ ബൈ, അദ്ദേഹത്തിന് 3 വയസ്സുള്ള കുട്ടി ആ വാഹനത്തിനടുത്ത് നിൽക്കുന്നുണ്ട്. എ ഹാമർ ഇൻ ഹിസ് ടിനി ഹാൻഡ്സ്, വളരെ മൃദുലമായ ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഹാമർ ഉണ്ട്. ദ ബോയ്, ആ കുട്ടി വിത്ത് ഇന്നസെൻറ്റ് എന്തോസിയാസം, ചെറുപ്പത്തിൽ തോന്നുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വളരെ നിഷ്കളങ്കമായ ഒരു ആവേശത്തിൻ്റെ ഭാഗമായി വാസ് ഹാപ്പിലി ഹാമറിങ് ഡെൻസ് ഇൻ ടു ദ ട്രക്സ് ഫ്ലോലെസ് സർഫേസ്, വളരെ മിനുസമായ കേടുപാടുകളൊന്നുമില്ലാത്ത ആ ട്രക്കിൻ്റെ പ്രതലത്തിലേക്ക് ആ കുട്ടി ഹാമർ കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി, മീൻസ് പരിക്ക് പറ്റിച്ചു, തുളകളുണ്ടാക്കി. ദ മാൻസ്, അടുത്തത് മൊമെൻ്റ് ഓഫ് റേജ് എന്ന് പറഞ്ഞാൽ ഉഗ്രമായ കോപം. ദ മാൻസ് പ്രൈഡ് ക്വിക്ക്ലി ടേൺഡ് ഇൻ ടു ആങ്കർ, നേരത്തെ വല്ലാതെ അഭിമാനിച്ചിരുന്ന ആ മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ പെട്ടെന്ന് ദേഷ്യത്തിലേക്ക് മാറി. അയാൾക്ക് ദേഷ്യം പിടിച്ചു. വിത്തൗട്ട് പോസിങ് ടു തിങ്ക്, ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഹി സ്റ്റോംഡ് ടുവാർഡ് ഹിസ് സൺ, അദ്ദേഹം തൻ്റെ മകനെതിരെ ആഞ്ഞടിച്ചു. യാങ്കിങ് ഹിം എവേ ഫ്രം ദ ട്രക്ക്, പെട്ടെന്ന് എന്താക്കി അവനെ ട്രക്കിൻ്റെ അടുത്ത് പിടിച്ചു മാറ്റി. യാങ്കിങ് എന്ന് പറഞ്ഞാൽ പിടിച്ചിങ്ങോട്ട് വലിക്കുന്നതിനാണ് പറയുക, പെട്ടെന്ന് പിടിച്ചു മാറ്റുക. ബ്ലൈൻഡഡ് ബൈ റേജ്, കോപത്താൽ അന്ധനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പും പിങ്കും നോക്കാതെ മുൻകോപം കൊണ്ട് ഒന്നും ചിന്തിക്കാതെ. ഹി ഗ്രാബഡ് ദ ഹാമർ, അദ്ദേഹം എന്ത് ചെയ്തു, ആ ഹാമർ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. ആൻഡ് ബിഗൻ ഹിറ്റിംഗ് ദ ബോയ്സ് ഹാൻഡ്സ്, കുട്ടിയുടെ കൈക്ക് എന്ത് ചെയ്തു, 2 അടി കൊടുത്തു. ഇഗ്നോറിങ് ദ ചൈൽഡ്സ് ക്രൈസ് ഓഫ് പെയിൻ, കുട്ടി വേദന കൊണ്ട് കരയുന്നുണ്ടായിരുന്നു, അതൊക്കെ അവഗണിച്ചുകൊണ്ട്, അതായത് കുട്ടീൻ്റെ കരച്ചിലൊന്നും മനസ്സിലാക്കാതെ ഇയാളെ ദേഷ്യം തീർത്തു. ദ സൗണ്ട് ഓഫ് ഹിസ് സൺ സോബ്സ് ഇവഞ്ച്വലി പിയേഴ്സ്ഡ് ത്രൂ ഹിസ് ആങ്കർ, ആ കുട്ടിയുടെ കരച്ചിലിൻ്റെ ശബ്ദം ക്രമേണ ഈ അച്ഛൻ്റെ ദേഷ്യം കുറച്ചു. അത് കുട്ടി വളരെ ആയത്തിൽ ഡീപ്പായിട്ട് കുട്ടി കരഞ്ഞപ്പോൾ അച്ഛൻ്റെ ദേഷ്യം കുറഞ്ഞു. ആൻഡ് ഹി സ്റ്റോപ്പ്ഡ്, അച്ഛൻ എന്ത് ചെയ്തു, ആക്രമണം നിർത്തി. ലുക്കിംഗ് ഡൗൺ, അങ്ങനെ താഴോട്ട് നോക്കി. ഹി വാസ് ഹോറിഫൈഡ് ടു സീ ഹിസ് സൺ സ്മാൾ ഹാൻഡ്സ് ബ്രൂയിസ്ഡ്, ബ്ലഡീഡ് ആൻഡ് മാങ്കിൾഡ്. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം കാണുകയാണ് തൻ്റെ കുട്ടിയുടെ കൈ എന്തായിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്, രക്തം വരുന്നുണ്ട്. ആൻഡ് മാങ്കിൾഡ്, തകർന്ന് തരിപ്പണായിട്ടുണ്ട്. 3 വേർഡ്സാണുള്ളത്. ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ തകർന്നു പോവുക എന്നുള്ള അർത്ഥത്തിലാണ്. ബ്ലഡീഡ് എന്ന് പറഞ്ഞാൽ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുക. മാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണായി പോവുക. ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇഞ്ചുറൊക്കെ പറ്റിയിട്ട് സ്കിന്നിൻ്റെ കളറ് മാറുക, അവിടെ വീക്കം വരിക, 2-3 ലെയറിലൊക്കെ ആയത്തിലേക്ക് മുറി പറ്റുക, അതിനൊക്കെയാണ് ബ്രൂയിസ്. മൊത്തത്തിൽ ബ്രൂയിസ്ഡ് ആൻഡ് ബ്ലഡീഡ് ആൻഡ് മാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം തീരുമാനമായി, അത്രയും വലിയ സീവിയർലി ഇഞ്ചുർഡ് എന്നുള്ള അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്. എ ഹേർട്ട് ബ്രേക്കിംഗ് ഔട്ട്കം, റിയലൈസിങ് ദ ഗ്രാവിറ്റി ഓഫ് ഹിസ് ആക്ഷൻ, തൻ്റെ പ്രവൃത്തിയുടെ ആ ഒരു തീവ്രത തിരിച്ചറിഞ്ഞുകൊണ്ട് ദ മാൻ റഷ്ഡ് ഹിസ് സൺ ടു ദ ഹോസ്പിറ്റൽ,
അദ്ദേഹം തൻ്റെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. റഷ്ഡ് എന്ന് പറഞ്ഞാൽ തള്ളുക എന്നർത്ഥം. റഷ്ഡ് ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ദ ഡോക്ടേഴ്സ് ഡിഡ് എവറിത്തിങ് ദേ കുഡ്. ഡോക്ടർമാർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. ബട്ട് ദ ഡാമേജ് വാസ് ടു സിവിയർ. പക്ഷേ ആ ഒരു ഇഞ്ചുറി വളരെ തീവ്രമായിരുന്നു, ആഴത്തിലുള്ളതായിരുന്നു. They informed the man that only option was to amputate the boy's fingers to save his life. അവർ അച്ഛനോട് പറഞ്ഞു, ഇനിയൊരു രക്ഷയൊന്നുമില്ല, ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ വിരൽ മുറിച്ച് മാറ്റിയാണ്. ആംപ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നൊരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിനാണ് ആംപ്യൂട്ടേറ്റ് എന്ന് പറയാം. ടു സേവ് ഹിസ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. വെൻ ദ ബോയ് വോക്ക് അപ്പ് ഫ്രം സർജറി. അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടി രാവിലെ എണീറ്റു. ഹിസ് ഹാൻഡ്സ് വർ റാപ്ഡ് ഇൻ തിക്ക് ബാൻഡേജസ്. നല്ല കട്ടിയുള്ള ബാൻഡേജിൽ കൈ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ലുക്കിംഗ് അപ്പ് അറ്റ് ഹിസ് ഫാദർ വിത്ത് ഇന്നസെൻറ്റ് ഐസ്. വളരെ നിഷ്കളങ്കമായ കണ്ണുകളോടെ തൻ്റെ പിതാവിന് നേരെ അവൻ നോക്കി. ഹി വിസ്പേർഡ്. അങ്ങനെ അവൻ മന്ത്രിച്ചു, അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞു, അല്ലെ പതിയെ പറഞ്ഞു, ഡാഡി ഐ ആം സോറി അബൌട്ട് യുവർ ട്രക്ക്. ക്ഷമിക്കണം, നിങ്ങളെ ട്രക്കിന് ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ ഭാഗത്തൊരു അബദ്ധം പറ്റിയതാണ്, അറിയാതെ പറ്റിപ്പോയതാന്നൊക്കെ ആത്മകഥം ചെയ്തു. ദ മാൻസ് ഹെഡ് ഷാറ്റേഡ് ആസ് ഹിസ് സൺ കണ്ടിന്യൂഡ്. പക്ഷേ ഈ മനുഷ്യൻ്റെ ഹൃദയം ആകെ പൊട്ടി തകർന്ന് തരിപ്പണമായിപ്പോയി. ഷാറ്റർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇൻ ടു പീസസ് എന്നാണ്. തകർന്ന് തരിപ്പണമായി പോകുന്നതിനാണ് ഷാറ്റർ എന്ന് പറയാം. ഫിഗറേറ്റീവായിട്ട് യൂസ് ചെയ്യുമ്പം എന്താ പറയുക, അയാളുടെ ഹൃദയം തകർന്നു പോയി. മകൻ്റെ അടുത്ത സെൻറ്റൻസ് കേട്ടിട്ട്, വെൻ വിൽ മൈ ഫിംഗേഴ്സ് ഗ്രോ ബാക്ക്. എപ്പോഴാണ് അച്ഛാ എൻ്റെ കൈവിരൽ തിരിച്ചു വരിക, അല്ലെ വളർന്നു വരിക. ദ വെയ്റ്റ് ഓഫ് ഹിസ് ആക്ഷൻസ് ക്രഷ്ഡ് ഹിം. അച്ഛൻ്റെ ആ ഒരു പ്രവൃത്തിയുടെ ഒരു ഭാരം അച്ഛനെ ആകെ തകർത്തു. ലീവിങ് ഹിം ഓവർവെൽംഡ് വിത്ത് ഗിൽട്ട് ആൻഡ് റിഗ്രറ്റ്. അങ്ങേയറ്റത്തെ കുറ്റബോധം കൊണ്ടും നിരാശയാലും കുറ്റബോധത്താലും അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായി. ഓവറോൾ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് തുളുമ്പുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. മനസ്സ് നിറയെ കുറ്റബോധവും സങ്കടമൊക്കെ ഉണ്ടാകുന്നതിനെ ഓവറോൾ എന്ന് പറയാം. ഐ വാസ് ഓവർവെൽംഡ് വിത്ത് ഹാപ്പി എന്നൊക്കെ പറയാം. സന്തോഷത്താൽ മനസ്സ് നിറയാം. ഇനി എ ഫാദേഴ്സ് റിഗ്രറ്റ്. ഒരച്ഛൻ്റെ രോദനം, അല്ല ഒരച്ഛൻ്റെ സങ്കടം, ദുഃഖം. ദ മാൻ റിട്ടേൺഡ് ഹോം ദാറ്റ് ഈവനിങ് അണാബിൾ ടു ഫേസ് ഹിംസെൽഫ് ഫോർ ഹിസ് സൺ. ആ അച്ഛൻ വീട്ടിലേക്ക് ആ വൈകുന്നേരം മടങ്ങി. അണാബിൾ ടു ഫേസ് ഹിംസെൽഫ് ഓർ ഹിസ് സൺ. സ്വന്തം മുഖത്തോ തൻ്റെ മകൻ്റെ മുഖത്തോ ഒന്നും നോക്കാൻ പോലും കഴിയാതെ. ദ ട്രക്ക്, ആ ഒരു ട്രക്ക് വൺസ് എ സോഴ്സ് ഓഫ് പ്രൈഡ്. ഒരിക്കലും അതൊരു അഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു. നൗ സ്റ്റുഡ് ആസ് എ പെയിൻഫുൾ റിമൈൻഡർ ഓഫ് ഹിസ് അൺകൺട്രോൾഡ് ആങ്കർ. ഇപ്പോൾ അത് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യത്തിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് നിലനിൽക്കുന്നത്. ദാറ്റ് നൈറ്റ്, ആ രാത്രി, കൺസ്യൂംഡ് ബൈ ഗിൽട്ട്. ഒരുപാട് കുറ്റബോധം കൊണ്ട്. കൺസ്യൂം എന്ന് പറഞ്ഞ ഒരു സംഗതി നമ്മൾ അബ്സോർവ് ചെയ്യുക. നമ്മൾ ഫുഡ് കൺസ്യൂം, നമ്മളത് ഉപയോഗിക്കുക. ഇവിടെ കൺസ്യൂംഡ് ബൈ ഗിൽട്ട് എന്ന് പറഞ്ഞാൽ കുറ്റബോധത്താൽ ഹി എൻഡഡ് ഹിസ് ഓൺ ലൈഫ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് അവസാനിപ്പിച്ചു. ലീവിങ് ഹിസ് ഫാമിലി ബ്രോക്കൺ ആൻഡ് ഗ്രേവിങ്. കുടുംബത്തെ വലിയ പ്രയാസത്തിലാക്കിക്കൊണ്ട്. ഇതിൻ്റെ ഒരു ഗുണപാഠം ഇത്രയേ ഉള്ളൂ. ദേഷ്യം നിയന്ത്രിക്കുക, അമിത കോപം, മുൻകോപമൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, സ്റ്റോറി കഴിഞ്ഞു. വേർഡ്സ് അറിയാത്തതൊക്കെ ചോദിക്കുക, അല്ല ഡിക്ഷണറി നോക്കുക. ഓക്കെ, താങ്ക് യു.